അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരെ, പ്രിയ സുഹൃത്തുക്കളെ, ഫലസ്തീൻ ഇന്ന് ഈ പേര് കേൾക്കുമ്പോൾ എന്താണ് നമ്മുടെ എല്ലാ മനസാന്തരങ്ങളിലേക്ക് കടന്നു വരുന്നത്? ഭൂപടത്തിലെ ഒരു അതിർത്തിയോ അതോ വർഷങ്ങളായി പോരാടുന്ന ഒരു ജനതയുടെ സ്വപ്നങ്ങളോ? എന്റെ പേരെഴുതുക, ഞാനൊരു അറബിയാണെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞ മഹ്മൂദ് ദർവീഷിന്റെ വാക്കുകൾ നമുക്ക് ഈ ചോദ്യത്തിന് ഉത്തരം നൽകുന്നു. ഒരു രാഷ്ട്രത്തെ ഭൂപടത്തിൽ നിന്നും ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം നരഭോജികളുടെ യുക്തിരഹിതമായ പ്രവണതകളെ നാം ഒന്ന് ആഴത്തിൽ വിലയിരുത്തേണ്ടതുണ്ട്. ഒരു പക്ഷേ അങ്ങനെയെങ്കിലും സംഘർഷം എന്ന വാക്കിന് പിന്നിൽ അവർ മറച്ചു വെച്ചിരിക്കുന്നത് ഒരു കൂട്ടം ജനതയുടെ കണ്ണുനീരും രക്തം പുരണ്ട ഭൂമിയുമാണെന്ന് നമുക്ക് മനസ്സിലായേക്കാം. ഫലസ്തീൻ ഭൂമിശാസ്ത്രപരമായ ഒരു പേര് മാത്രമല്ല, അതൊരു ജനതയുടെ വർഷക്കണക്കിന് സംസ്കാരങ്ങൾ പേറുന്ന ഒരു ജനതയുടെ ഐഡന്റിറ്റിയാണ്. കോടിക്കണക്കിന് ജനങ്ങൾ വസിച്ചിരുന്ന ഈ പ്രദേശത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ അധിനിവേശത്തിന് കീഴിലാക്കപ്പെട്ട ജെറുസലേമിന്റെ പുണ്യഭൂമി, ഗാസ എന്നീ സ്ഥലങ്ങളെല്ലാം ഇന്നും ഫലസ്തീനികളുടെ ഹൃദയാന്തരങ്ങളിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. 1948 സംഭവിച്ച നെക്കുബ അഥവാ ദുരന്തം ഫലസ്തീനികളുടെ ജീവിതത്തെ ആസകലം മാറ്റിമറിച്ചു. തുടർന്നുണ്ടായ 1967 ആറുദിന യുദ്ധത്തോടെ പല നഷ്ടങ്ങളും ഫലസ്തീനി മണ്ണിൽ നാം കാണുകയുണ്ടായി. വീടുകൾ തകർക്കപ്പെട്ടു, കുടുംബങ്ങൾ അഭയാർത്ഥികളായി. ഫലസ്തീനി മണ്ണിൽ നിന്നും ലക്ഷക്കണക്കിന് പേർ സ്വദേശത്തു നിന്നും വിദേശത്തേക്ക് പലായനം ചെയ്യപ്പെട്ടു. എന്നിട്ടും അവർ തങ്ങളുടെ പോരാട്ടങ്ങൾ തുടർന്നു. കാരണം ഫലസ്തീൻ കേവലം ഭൂപടത്തിലെ ഒരു രേഖ മാത്രമല്ല, അത് വർഷക്കണക്കിന് സംസ്കാരങ്ങളുടെ സങ്കലനമാണ്. ഫലസ്തീനി മണ്ണിൽ ഇപ്പോഴും അവരുടെ ഒലീവ് മരങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നു. ജെറുസലേമിന്റെ പുണ്യഭൂമി ഇപ്പോഴും അവരുടെ ഹൃദയാന്തരങ്ങളിൽ ജീവിക്കുന്നു. അതെല്ലാം അവരുടെ കലയിലും സാഹിത്യത്തിലും എടുത്തു കാണിക്കുന്നു. മഹ്മൂദ് ദർവീസ് ഇങ്ങനെ എഴുതി: ജെറുസലേം എന്റെ ഹൃദയത്തിനുള്ളിലാണ്. ഇതെല്ലാം ഒരു ജനതയുടെ ആത്മാവിനെ പ്രതിനിധീകരിക്കുന്നു. ഒരു രാഷ്ട്രത്തെ ഭൂപടത്തിൽ നിന്നും ഇല്ലായ്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന്റെ അതിർത്തികളെ മാറ്റി വരക്കുക എന്നല്ല, ഒരു ജനതയുടെ സംസ്കാരങ്ങളെ, ഓർമ്മകളെ ഇല്ലായ്മ ചെയ്യലാണ്. എന്നാൽ അത് സാധ്യമല്ല. കാരണം ഫലസ്തീനികൾ അവരുടെ മണ്ണിൽ, അവരുടെ ഭൂമിയിൽ, അഭയാർത്ഥി ക്യാമ്പുകളിൽ അവർ പ്രാണന് വേണ്ടി പോരാടുമ്പോൾ ലോകമാസകലം അവരുടെ ഐഡന്റിറ്റിയെ എടുത്തുയർത്തി കാണിക്കുകയാണ്. 138 രാഷ്ട്രങ്ങൾ ഫലസ്തീനിന്റെ ഒരു രാഷ്ട്രമായി പ്രഖ്യാപിച്ചു. UN റവല്യൂഷനുകൾ ഫലസ്തീനിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി പിന്തുണച്ചു. കാരണം ഫലസ്തീൻ ഭൂപടത്തിലെ ഒരു രേഖ മാത്രമല്ല, ഒരു ജനതയുടെ ജീവനാണ്. അവരുടെ ഒലീവ് മരങ്ങൾ ഇപ്പോഴും വളരുന്നുണ്ട്. കടൽ തിരമാലകൾ അവർക്ക് വേണ്ടി പാടുന്നു. ഫലസ്തീൻ ഐക്യദാർഢ്യത്തിന് വേണ്ടി നമുക്ക് അണിചേരാം. സ്വതന്ത്ര ഫലസ്തീൻ എന്ന പ്രത്യാശയോടെ ഞാൻ എൻ്റെ വാക്കുകൾക്ക് അടിവരയിടുന്നു. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.